ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ പോകുന്നതിന്റെ പോരാളിനെ കൊണ്ടാണ് കേട്ടോ. ആളെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ പോണ വൈക്കിന്റെ മേമാന്റെ രണ്ട് പ്രൊഡക്റ്റിന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയത് ഞങ്ങൾ സ്കൂട്ടിയിലാണെങ്കിലും ജനസംഖ്യ കൂടുതൽ കാരണത്താൽ ഞങ്ങൾക്ക് പിന്നെ സ്കൂട്ടി എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അത് നമ്മളൊരു സൈഡാക്കിയിട്ട് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയത് വേറെ എടുക്കുമല്ല, മേലാറ്റൂരുള്ള ജാംജൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കിഡ്സ് പാർക്കിലോട്ടാണ്. ടിക്കറ്റിലേറെ മുഖ്യമുള്ള കുറച്ച് ഐറ്റംസ് കൂടി നമുക്ക് വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് നേരെ പാർക്കിലോട്ട് കയറിയിട്ടുണ്ട്. ഇവൾക്ക് പിന്നെ ഇതൊക്കെ പാടെ കണ്ടപ്പോ എവിടുന്ന് തുടങ്ങും പടച്ചോനെ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10,000 പ്രാവശ്യം നടന്നതിന് ശേഷമാണ് ആള് തീരുമാനിച്ചത് ഇത് തന്നെ തുടങ്ങാന്നുള്ളത്. അങ്ങനെ അവൾ ആദ്യം കയറിയത് ഈ ഒരു ബലൂണിലോട്ടാണ് കേട്ടോ. അതായത് ഈ ഒരു സ്റ്റെപ്പ് മാരിക്കത്തെ ഒരു സ്ഥാനത്തുമ്പോൾ കയറിയിട്ട് താഴത്തേക്ക് പോരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഞങ്ങൾ എന്തായാലും മുകളിലേക്ക് എത്തുമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എല്ലാവരും നെട്ടിച്ചുകൊണ്ട് ഓൾ എന്തായാലും മുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഏരിയ മുഴുവൻ അവർ ഇതുകൊണ്ട് മുകളിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പടച്ചോനെ ആവേശത്തിന്റെ പുറത്താണ് കയറും ചെയ്തു. ഇനിയിപ്പോ ഇത് ഫുള്ളാക്കിയിട്ടില്ലെങ്കിൽ വീട്ടുകാരെ മൊത്തം ഇങ്ങനെ നോക്കുന്നൊക്കെയാണ് ചിന്തിക്കണേ തോന്നുന്നുണ്ട്. എന്തായാലും ആളത് ഫുള്ളാക്കിയിട്ടുണ്ട്. ഈ പാർക്കത്തെ റൈഡുകളൊക്കെ കണ്ടിട്ട് ഈ പുഴക്കെടുത്ത് ചാടിയാലൊന്നും വിചാരിക്കണ്ട ഞാൻ. കാരണം നമ്മുടെ ചെറുപ്പകാലത്തൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഈ റൈറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ താഴത്തുനിന്ന് പെറുക്കിയെടുക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ഞാൻ കയറിയില്ല. ഇനി ആ കുട്ടികളെ സന്തോഷം ഇല്ലാതാക്കണ്ടല്ലോ. അതിന്റെ ഇടയിൽ ഇവിടെ കാണാനല്ല തെരഞ്ഞു ചെന്നപ്പോഴാണ് എട്ടാലിന്റെ വലന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോരുന്ന ലാഘവത്തോടെയാണ് ഈ ഒരു സ്ഥാനത്ത് വന്ന് തൂങ്ങിയാണ്ട് ആള് പോരുന്നത്. എന്നിട്ട് 4 മണിക്കാണെങ്കിലും ഞങ്ങൾ ആ പാർക്കിൽ നിന്ന് ഇറങ്ങിയത് രാത്രി 8 മണിക്കാണ് കേട്ടോ. ഇനി തിരിച്ചു പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലോട്ട് ഇല്ലാന്ന് പറഞ്ഞ് മണ്ടനാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അങ്ങനെ പാർക്കിൽ നിന്നൊക്കെ എല്ലാരെയും പിടിച്ചിറക്കി ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു കൊട വെച്ച അവിൽ മിൽക്ക് വേണമെന്നാണ്. അത് വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അവിൽ മിൽക്കിന്റെ മുട്ടയാണ് കേട്ടത്. ഇപ്പൊ വിരിയെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും വീട്ടിൽ പോയിട്ട് നമുക്കൊന്ന് വിരിയിച്ച് നോക്കാം കേട്ടോ. അങ്ങനെ എന്താ അവിൽ മിൽക്ക് വരാൻ വേണ്ടി കണ്ട് ഞങ്ങൾ കട്ട വെച്ചിങ്ങിലാണ്. അങ്ങനെ ഒരു കൊട വെച്ച അവിൽ മിൽക്ക് കിട്ടിയിട്ടോ. അപ്പൊ അത് കിട്ടിയ എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. നമ്മൾ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കാണ്. അപ്പൊ ബൈ.